ലാസ്റ്റ് ടോപ്പിക്കാണ് ഇതിനകത്ത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് കാൽസ്യം കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ തന്നിരിക്കുന്നത്. 3 എണ്ണം തന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണിൻ്റെ വേറെ പേരാണ് ക്വിക്വിലൈൻ. അതിൻ്റെ ഒറിജിനൽ പേരാണ് കാൽസ്യം ഓക്സൈഡ്. അത് നമ്മളെങ്ങനെ എഴുതും? കാൽസ്യത്തിന് എഴുതുന്ന CA ആണ്, എൻ്റെ കൂടെ ഓയും കൂടെ ചേർക്കുക. അപ്പോൾ എന്താണ്? കാൽസ്യം ഓക്സൈഡ്. അടുത്തത് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നമ്മളങ്ങനെ എഴുതും CaOH ടോയിസ്. ഇതിന് വേറൊരു പേരുണ്ട് സ്ലേക്ക്ഡ് ലൈം. അടുത്തത് എന്താണ്? കാൽസ്യം കാർബണേറ്റ് CaCO3. ഓക്കെ ആണല്ലോ. 3 കോമ്പൗണ്ടിനെ പറ്റി പഠിക്കാനുണ്ട്. കാൽസ്യത്തിൻ്റെ 3 കോമ്പൗണ്ടാണ് കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം ഓരോന്നായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്വിക്വിലൈമിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ലാസ്റ്റ് പറഞ്ഞ സാധനം എന്തായിരുന്നു? കാൽസ്യം കാർബണേറ്റ് CaCO3. നമുക്കറിയാം, നീറ്റ് കേൾക്കാന്നൊക്കെ പറയും അല്ലേ. അപ്പം അതിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുക? പ്രിപ്പറേഷൻ ഓഫ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് കാൽസ്യം ഓക്സൈഡ് നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ കൊമേഴ്സ്യൽ സ്കെയിൽ ബൈ ഹീറ്റിംഗ് ലൈംസ്റ്റോൺ. ലൈംസ്റ്റോൺ ആരാ? ഏറ്റവും താഴെയുള്ളതാണ് ലൈംസ്റ്റോൺ. അത് CaCO3 എന്ന് നമ്മൾ പഠിച്ചത്. കാൽസ്യം കാർബണേറ്റിനെ ഇൻ എ റോട്ടറീസ് അറ്റ് 1070 തൊട്ട് 1270 കെൽവിൻ വരെ ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CaO കിട്ടും പ്ലസ് CO2. CaO എന്താണ്? കാൽസ്യം ഓക്സൈഡാണ്. അതെന്താണ്? നമ്മുടെ ക്വിക്ക് ലൈമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രിപ്പറേഷൻ വളരെ എളുപ്പമാണ്. കാൽസ്യം കാർബണേറ്റിലേക്ക് എന്ത് കടത്തി ചൂട് കൊടുക്കുക, അത്രേ ഉള്ളത്. നമ്മളിത് വായിച്ചപ്പോൾ ഇടയ്ക്കൊരു റോട്ടറി കിൽണെന്ന് കണ്ടു. അതെന്ന് പറഞ്ഞാൽ ഫർണസ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ആ വാക്ക് കേട്ടിട്ട് പേടിക്കണ്ട, സിമ്പിൾ. അപ്പോൾ നമ്മൾ കാൽസ്യം ഓക്സൈഡ് ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രിപ്പറേഷനാണ് പഠിക്കാനുള്ളത്. അത് വളരെ എളുപ്പമാണ് കേട്ടോ. അതിന് മുന്നേ നമുക്ക് യൂസസ് ഓഫ് കാൽസ്യം മറ്റേതൊന്ന് പഠിക്കണം. കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ എന്ത് വരുന്നതിൻ്റെ പേര്? ക്വിക്വിലൈൻ. It is an important primary material for manufacturing cement and is the cheapest form of alkali. മാനുഫാക്ചറിങ് സിമെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു പ്രൈമറി മെറ്റീരിയലാണ് എന്ത്? കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്വിക്വിലൈൻ. രണ്ടാമത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സോഡിയം കാർബണേറ്റ് ഫ്രം കാസ്റ്റിക് സോഡ. സോഡിയം കാർബണേറ്റിൻ്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കുന്നു. It is employed in the purification of sugar and in the manufacture of dyes stuff. ഷുഗർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ബാക്കി പോർഷനിലേക്ക് പോവാം. ഇനി പഠിക്കാനുള്ളത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതിന് വേറൊരു പേരുണ്ട് സ്ലേക്ക്ഡ് ലൈം. CaOH ടോയ്സ് എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാം? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് വാട്ടർ ടു ക്വിക്വിലൈൻ. നമ്മൾ മുമ്പേ കാൽസ്യം ബൈകാർബണേറ്റ് ചൂടാക്കി നമുക്ക് കാൽസ്യം ഓക്സൈഡ് കിട്ടിയായിരുന്നു. അതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് CaO പ്ലസ് H2O ഗിവ്സ് CaOH ടോയ്സ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഫസ്റ്റ് വൺ ഈസ് ക്വിക്വിലൈൻ, രണ്ടാമത്തേത് സ്ലേക്ക്ഡ് ലൈം, മൂന്നാമത്തേത് കാൽസ്യം കാർബണേറ്റ്. പേരൊക്കെ അറിയാമല്ലേ. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. ഞാൻ പറയാം. നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ എൻ്റെ പേരാണ് ക്വിക്വിലൈൻ. നമുക്ക് എഴുതാം CaO. അതെങ്ങനെ കിട്ടും? ലാസ്റ്റിൽ തന്ന കാൽസ്യം കാർബണേറ്റ് ഇല്ലേ, അതെന്ന് പറഞ്ഞാൽ CaCO3. അതിനെ ഒന്ന് ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CaO, അതായത് ക്വിക്വിലൈൻ കിട്ടും. ഇപ്പോൾ ക്വിക്വിലൈൻ ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തേതായ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്ക്ഡ് ലൈം അല്ലെങ്കിൽ CaOH ടോയ്സ് കിട്ടും. ഇനി അതിനകത്തോട്ട് ഇപ്പോൾ കിട്ടിയ CaOH ടോയ്സ് ഇല്ലേ, അതിനകത്തോട്ട് CO2 കടത്തി വിട്ട് കഴിഞ്ഞാൽ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിലുള്ള കാൽസ്യം കാർബണേറ്റ് കിട്ടും. ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും പ്രിപ്പറേഷൻ പഠിക്കുക, അതിൻ്റെ യൂസസും പഠിക്കുക. ഇനി കാൽസ്യം കാർബണേറ്റിൻ്റെ യൂസ് നോക്കാം. കാൽസ്യം കാർബണേറ്റിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എവിടെയാണെന്നറിയാം? ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ദ ഫോം ഓഫ് മാർബിൾ.
ആൻഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്വിക്ക് ലൈം. നമ്മൾ ആദ്യമേ പഠിച്ചു, ആദ്യത്തേത് ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ ഒന്ന് ചൂടാക്കിയാൽ മതി. CaO, കാൽസ്യം ഓക്സൈഡ്, അല്ലെങ്കിൽ അതിനെ ക്വിക്ക് ലൈം എന്ന് പറയും. അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തേത് കാൽസ്യം കാർബണേറ്റ് എലോങ് വിത്ത് മഗ്നീഷ്യം കാർബണേറ്റ് യൂസ്ഡ് ആസ് എ ഫ്ലക്സ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് സച്ച് ആസ് അയൺ. ചില മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ, എക്സാമ്പിൾ അയണൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് precipitate CaCO3 is extensively used in the high quality പേപ്പറിൻ്റെ മാനുഫാക്ചറിങ് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ആൻ അൻറ്റാസിഡ്, ഗ്യാസിഡ് മരുന്ന് അൻറ്റാസിഡ്. മൈൽഡ് അബ്രസീവ് ഇൻ ടൂത്ത് പേസ്റ്റിൻ്റെ ഉപയോഗിക്കാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ചൂയിങ് കണ്ടൻ്റാണ് ആൻഡ് ഫില്ലർ ഇൻ കോസ്മെറ്റിക്സ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം, ഈസിയാണ്. ഓക്കെ, ഇത്രയുമേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ ബ്ലോക്ക് എലമെൻറ്റ്സ് തീരുവാണ്. അപ്പോൾ ഇതിനകത്ത് സോഡിയത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും കുറച്ച് കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ അത്ര ബോറിംഗ് ആണ്, തിയറിയാണ്, അത്രയേ ഉള്ളൂ. അതിൽ ഇക്വേഷൻസൊക്കെ ഒന്ന് എഴുതി പഠിക്കുക, അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററെ. ഓക്കെ, കാൽസ്യം കോമ്പൗണ്ട്സിൽ ഒരെണ്ണം കൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അവർ കാൽസ്യം കോമ്പൗണ്ട്സ് എന്ന് തന്നിട്ടുള്ളെങ്കിലും നമുക്ക് ആ നോട്ടിനകത്ത് അവരൊന്നും കൂടെ എഴുതിയിട്ടുണ്ട്, കാൽസ്യം സൾഫേറ്റ് എന്നാണ്. കാൽസ്യം സൾഫേറ്റ് നമുക്കറിയുന്നൊരു സാധനമാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ റോഡിലൊക്കെ ഈ ഓരോരോ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ടോ? വൈറ്റ് കളറിലെ. ഇനി അതിൻ്റെ എഴുതുന്നത് എങ്ങനെയാണെന്നറിയാം? CaSO4, കാൽസ്യം സൾഫേറ്റ് എന്നാണ് അതിൻ്റെ പേര്. CaSO4 എന്നാണ് എഴുതുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അതിന് വേറൊരു പേരുണ്ട്, എന്താ നോക്കാം. ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ് എന്നാ പറയുക ഇതിനെ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിൻ്റെ കെമിക്കൽ ഫോർമുല CaSO4ൻ്റെ കൂടെ H2O എന്നും പറയും. അപ്പം ഹെമി ഹൈഡ്രേറ്റ് എന്നാണ് പറയുന്നത് ഇതിനെ. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് വെൻ ജിപ്സം ബോർഡ് അറിയാമോ? നമ്മളുടെ വീടിനൊക്കെ റൂഫ് ഉണ്ടാക്കി കഴിയുമ്പോഴേ ഇങ്ങനെ ഫോൾ സീലിംഗ് ഉണ്ടാക്കത്തില്ല ജിപ്സം, അതാണ്. കാൽസ്യം സൾഫേറ്റ് 2H2O. ജിപ്സത്തിൻ്റെ എഴുതുന്ന CaSO4 എഴുതിയിട്ട് പിന്നെ 2H2O എഴുതും. അതിനെ ഹീറ്റ് ചെയ്യും to 393 Kelvin. ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേ. അതിൻ്റെ ഇക്വേഷൻ CaSO4 2H2Oയെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് CaSO4 H2O. ഏതാണത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലസ് 1/2 പോയി, ബാക്കിയുള്ളത് 3/2 H2Oയും കിട്ടും. എബോവ് 393 ഡിഗ്രി അല്ല കെൽവിൻ, നോ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഈസ് ലെഫ്റ്റ് ആൻഡ് അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ് ഈസ് ഫോംഡ്. അൺഹൈഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ വാട്ടർ എന്നാണ് അർത്ഥം, അല്ലേ? അപ്പം 393 കെൽവിനിൽ ചൂടാക്കിയാൽ മാത്രമേ നമുക്ക് ആരെ കിട്ടത്തുള്ളൂ? കാൽസ്യം സൾഫേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടത്തുള്ളൂ. അതിനു മുകളിൽ ചൂടാക്കിയാൽ നോ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഈസ് ലെഫ്റ്റ് ആൻഡ് അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ്. അപ്പോൾ വാട്ടർ അവിടെ കാണില്ല, കാൽസ്യം സൾഫേറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ദിസ് ഈസ് നോൺ ആസ് ഡെഡ് ബോൺ പ്ലാസ്റ്റർ. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് എന്ത്? ഡെഡ് ബോൺ പ്ലാസ്റ്റർ. ഇറ്റ് ഹാസ് എ റിമാർക്കബിൾ പ്രോപ്പർട്ടി ഓഫ് സെറ്റിംഗ് വിത്ത് വാട്ടർ. ഇതിന് വാട്ടറുമായിട്ട് വരുമ്പോൾ ഇങ്ങനെ കട്ടിയാവാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓൺ മിക്സിംഗ് വിത്ത് ആൻ അഡ്വക്കേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇറ്റ് ഫോംസ് എ പ്ലാസ്റ്റിക് മാസ് ദാറ്റ് ഗെറ്റ്സ് ഇൻ ടു ഹാർഡ് സോളിഡ് ഇൻ ടു 5 to 50 minutes. അതിങ്ങനെ കുഴച്ച് നമ്മൾ ഈ ക്ലേ ഒക്കെ കുഴക്കുന്ന പോലെ കുഴച്ച് വെക്കാൻ പറ്റും. പക്ഷേ 5 to 15 മിനിറ്റിനുള്ളിൽ അതെന്താവും? കട്ടിയാവും. ഡ്യൂറിങ് ദിസ് പ്രോസസ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാച്യൂസ്. അപ്പോൾ ഈ 5 to 15 മിനിറ്റ് വരെ ഈ സാധനം സോൾഡ് ആവത്തില്ലേ? ആ സമയത്ത് ഇതിൻ്റെ വോളിയം കൂടും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാച്യൂസ്. സ്റ്റാച്യു എന്താണ്? പ്രതിമകളുടെ നിർമ്മാണത്തിന് ഈ കൃഷ്ണൻ്റെ ഒക്കെ പ്രതിമയുടെ ഇങ്ങനെ ഉണ്ടാക്കി റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടല്ലേ, പല സാധനം ഉണ്ട്. ആനയൊക്കെ നമ്മുടെ വീട്ടിൽ വലിച്ചുകൊണ്ട് വയ്ക്കുക, എവിടെയെങ്കിലും തട്ടിയാൽ മതി, അപ്പോഴേ പൊട്ടിപ്പോവും. തുമ്പിക്കൈ മാത്രമൊക്കെ ആയിട്ട് പോവും. അപ്പോൾ എൻ്റെ യൂസസ് നോക്കാം. ദ ലാർജസ്റ്റ് യൂസ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് ഇൻ ദ ബിൽഡിംഗ് ഇൻഡസ്ട്രി ആസ് വെൽ ആസ് പ്ലാസ്റ്റേഴ്സില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാസ്റ്റർ, പിന്നെ ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലെല്ലാം ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇമ്മൊബിലൈസിങ് ദ അഫക്റ്റഡ് പാർട്ട് ഓഫ് ഓർഗൻ വെയർ ദർ ഈസ് എ ബോൺ ഫ്രാക്ചർ ഓർ സ്പ്രെയിൻ. നമ്മുടെ കൈയും കാലുമൊക്കെ ഒടിയുമ്പം ഈ ബോൺ ഇരുന്ന് അനങ്ങാതിരിക്കാനായിട്ട് ഇമ്മൊബിലൈസിങ്
അതായത് മൊബിലൈസ് എന്ന് വെച്ചാൽ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഫക്റ്റഡ് പാർട്ട് നമ്മളിങ്ങനെ പ്ലാസ്റ്റർ ഇടത്തില്ലേ, അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ എംപ്ലോയിഡ് ഇൻ ഡെൻറ്റിസ്ട്രി. പല്ലിൻ്റെ കേസിലൊക്കെ ഡെൻറ്റിസ്ട്രി എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഒരു മേഖലയിൽ ഇൻ ഓർണമെൻ്റൽ വർക്ക് ഫോർ മേക്കിംഗ് കാസ്റ്റ് ഓഫ് സ്റ്റാച്യൂസ് ആൻഡ് ബേസ്റ്റ്. അപ്പം ഓർണമെൻ്റൽ വർക്ക്സ്, ഈ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ, സ്റ്റാച്യൂസ് ഉണ്ടാക്കാൻ ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഇതിൻ്റെ എഴുതുന്നത് CaSO4 ½ എന്നാണ്. ഇത് ചൂടാക്കുക 373 ഡിഗ്രിയിൽ. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഏതിനെ ചൂടാക്കണ്ടേ? ജിപ്സത്തിനെ ചൂടാക്കണം. ജിപ്സം എന്ന് പറഞ്ഞാൽ CaSO4 2H2O. അതിനെ ചൂടാക്കുമ്പോൾ CaSO4 ½ കിട്ടും. അതാണ് എന്ത് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, ഈ 393 ഡിഗ്രി അല്ല, കെൽവിന് മുകളിൽ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ? അതങ്ങ് ഡ്രൈ ആകും. അതിന് പറയുന്നതാണ് ഡെഡ് ബോൺ പ്ലാസ്റ്റർ. എന്തുകൊണ്ടാണ് അത് ഇതാവുന്നതെന്നറിയാമോ? അതിൽ അതിൽ വാട്ടറൊന്നും അവശേഷിക്കത്തില്ല. അപ്പം നമ്മുടെ CaSO4 നോർമൽ CaSO4 ആയി വരും. അതിൻ്റെ പറയുന്ന പേരാണ് കാൽസ്യം സൾഫേറ്റ്. ദിസ് ഈസ് നോൺ ആസ് ഡെഡ് ബേൺ പ്ലാസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ സിമൻറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോസഫ് ആസ്പിഡിൻ. ജോസഫ് ആസ്പിഡിൻ എന്ന് പറഞ്ഞ ആളാണ് സിമൻറ്റ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ കമ്പൈനിങ് ലൈം വിത്ത് ക്ലേ which contains silica, SiO2 along with the oxides of aluminum, iron and magnesium. നമ്മൾ പഠിച്ചായിരുന്നല്ലേ ലൈം കാൽസ്യം ഓക്സൈഡിൻ്റെ യൂസ് എന്താണ്? ദാറ്റ് ഈസ് ദ പ്രൈമറി മാനുഫാക്ചറിങ് മെറ്റീരിയൽ ഓഫ് സിമെൻ്റ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സിമെൻ്റ് എന്ന് പറയുന്നത് കണ്ടെത്തിയത് ജോസഫ് ആസ്പിഡിനാണ്. പുള്ളിക്കാരൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ബൈ കമ്പൈനിങ് കാൽസ്യം ഓക്സൈഡ് വിത്ത് ക്ലേ വിച്ച് കണ്ടെയ്ൻസ്, ക്ലേയുമായിട്ട് കമ്പൈൻ ചെയ്യിച്ചിട്ടാണ് കാൽസ്യം ഓക്സൈഡിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ക്ലേക്കകത്ത് എന്തൊക്കെയുണ്ട്? സിലിക്ക SiO2 അലോങ് വിത്ത് ഓക്സൈഡ്സ് ഓഫ് അലുമിനിയം, അയൺ ആൻഡ് മഗ്നീഷ്യം. ഇവയെല്ലാം ചേർന്ന ഒരു ക്ലേയുമായിട്ട് നമ്മുടെ ലൈം കാൽസ്യം ഓക്സൈഡ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്താക്കിയതാണ് സിമെൻറ്റ്. ദ റോ മെറ്റീരിയൽസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ് ആർ ലൈംസ്റ്റോൺ ആൻഡ് ക്ലേ. അപ്പോൾ നമുക്കറിയാം ലൈംസ്റ്റോൺ എന്താണ്? കാൽസ്യം ഓക്സൈഡ്. ക്ലേയുമാണ് എൻ്റെ റോ മെറ്റീരിയൽ. വെൻ ക്ലേ ആൻഡ് ലൈം ആർ സ്ട്രോങ്ലി ഹീറ്റഡ് ടുഗദർ ദ ഫ്യൂസ് ആൻഡ് റിയാക്ട് ടു ദ ഫോം സിമെൻറ്റ് ക്ലിങ്കർ. അപ്പോൾ വെൻ ദ ക്ലേ ആൻഡ് ലൈം ആർ സ്ട്രോങ്ലി ഹീറ്റഡ് ടുഗദർ ദ ഫ്യൂസ് ആൻഡ് റിയാക്ട് ടു ഫോം സിമെൻറ്റ് ക്ലിങ്കർ. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ചൂടാക്കുമ്പോൾ അവർ ഫ്യൂസ് ചെയ്തിട്ട് റിയാക്ഷൻ നടന്നിട്ട് എന്തുണ്ടാകും? സിമെൻറ്റ് ക്ലിങ്കർ ഉണ്ടാകും. ദിസ് ക്ലിങ്കർ ഈസ് മിക്സഡ് വിത്ത് 2 to 3% ബൈ വെയ്റ്റ് ഓഫ് ദ ജിപ്സം ടു ഫോം ദ സിമെൻറ്റ്. അപ്പം നമ്മൾ ലൈം സ്റ്റോണും ക്ലേയും കൂടെ ചേർത്ത് റിയാക്ട് ചെയ്ത സിമെൻറ്റ് ക്ലിങ്കറിനെ മിക്സ് ചെയ്യും. എന്തുമായിട്ടാണ്? 2 to 3% ബൈ വെയ്റ്റ് ഓഫ് ജിപ്സം. അതിൻ്റെ 2 to 3% ജിപ്സം വെച്ചിട്ട്, ജിപ്സത്തിന് എന്തുമായിരുന്നു ഫോർമുല? CaSO4 2H2O. എന്നിട്ടിപ്പം നമുക്ക് എന്ത് കിട്ടും? സിമെൻറ്റ് കിട്ടും. ദ പർപ്പസ് ഓഫ് ആഡിങ് ജിപ്സം ഈസ് ടു സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഓഫ് ദ സിമെൻറ്റ് സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് സഫീഷ്യൻ്റ്ലി ഹാർഡൻഡ്. അപ്പോൾ എന്തിനാണെന്നറിയാമോ ഈ ജിപ്സം ചേർക്കുന്നത്? ഈ സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ്, ഈ സിമെൻറ്റ് ഇട്ടിട്ട് കുറച്ച് സമയം സെറ്റാവാൻ വയ്ക്കത്തില്ലേ, ആ സെറ്റാവുന്ന സമയം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാലേ അത് നല്ലപോലെ കട്ടിയാകത്തുള്ളൂ. സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഓഫ് ദ സിമെൻറ്റ് സെറ്റാവുന്നത് സമയം കുറയ്ക്കും ഈ ജിപ്സം ആഡ് ചെയ്യുമ്പോൾ. എന്നാലേ നല്ലപോലെ കട്ടിക്ക് ശരിയാകത്തുള്ളൂ. എന്താണ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്? വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ ദ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് ടേക്സ് പ്ലേസ് ടു ഗിവ് ഹാർഡ് മാസ്. During this process, the hydration of the silicates and aluminates occur and a large amount of heat is evolved. സിമെൻറ്റ് സെറ്റിംഗ് എന്ന് വെച്ചാൽ എന്തോന്നറിയാവും? വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു സിമെൻറ്റ് സെറ്റിംഗ് ഉണ്ടാകുന്നുണ്ട്. അതാണ് നമുക്ക് ഹാർഡ് ഇത് തരുന്നത്. ഡ്യൂറിങ് ഈ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രേഷൻ ഓഫ് സിലിക്കേറ്റ്സ് ആൻഡ് അലുമിനിയം ഒക്കേഴ്സ് ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഇവോൾവ്ഡ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്.
അപ്പോൾ കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ട്സ് CaOH ടോയ്സ്, CaCO3, പിന്നെ പഠിച്ചത് COSO4. കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, ദെൻ കാൽസ്യം സൾഫേറ്റ്. ഓക്കെ ആണല്ലോ. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ തന്നിരിക്കുന്ന റിയാക്ഷൻസ് എല്ലാം പഠിക്കണം. എല്ലാ കോമ്പൗണ്ട്സും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പഠിക്കണം. പിന്നെ അതിൻ്റെ ആ ഒരു ഫോമുല കാണും, അത് എഴുതണം. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ എന്തെങ്കിലും ആക്ഷൻ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ എഴുതുക, പിന്നെ യൂസ് എഴുതുക. അത്രേ ഉള്ളൂ എല്ലാത്തിലും. ഓക്കെ.